ക്ലൗഡ് മെസഞ്ചർ. ടി ശ്രീവത്സൻ. കശ്മീരിലെ സിയാച്ചിൻ ഗ്ലേസിയർ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിന് ഓപ്പറേഷൻ മേഘദൂത് എന്ന് പേരിട്ടത് ഞാനാണെന്ന് അന്ന് പലരും സംശയിച്ചിരുന്നു. അതിന് ന്യായമുണ്ട്. 1978 മുതൽ തന്നെ സിയാച്ചിൻ യുദ്ധം ഒരു തരത്തിൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് 84 ഏപ്രിൽ 13 ഓപ്പറേഷൻ സക്സസ് ആകുന്നത്. അന്ന് ചീറ്റ ഹെലികോപ്റ്ററുകളിൽ കമാൻഡോകൾക്കുള്ള റേഷനും തപാലും എത്തിക്കാനായി പോയ കൂട്ടത്തിൽ താഴേക്ക് കയറിൽ ഞങ്ങൾ സന്ദേശം എത്തിച്ചു. 10 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ തിരിച്ചെത്തും. അതിനിടയ്ക്ക് ഉറ്റവർക്കുള്ള കത്തുകൾ തയ്യാറാക്കി നിങ്ങൾ ഈ പെട്ടിയിൽ നിക്ഷേപിക്കണം എന്ന്. ഞങ്ങൾ തിരിച്ചെത്തി പെട്ടി വലിച്ചെടുത്ത് നോക്കിയപ്പോൾ നേരത്തെ എഴുതിയ കടലാസിൻ്റെ പിറകിൽ രക്തം കൊണ്ടെഴുതിയ ദയനീയമായ ആ വരികൾ കണ്ടു. സാഹിബ്, ഞങ്ങളിവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ കത്തെഴുതി അറിയിക്കാനായി കുറച്ച് കടലാസ് കഷ്ണങ്ങളും ഒരു പേനയും കൂടി ഇട്ടുതരണം എന്ന്. അത് വായിച്ച് ഞങ്ങൾ കരഞ്ഞുപോയി. തിങ്ങി നിറഞ്ഞ മഞ്ഞു മേഘങ്ങൾക്കിടയിൽ ദയനീയമായി മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ആ ജവാന്മാരുടെ കാഴ്ച ഇപ്പോഴും കണ്ണിൽ കാണുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയാണ് സിയാച്ചിൻ എന്ന് ഓർക്കണം. -40 മുതൽ 70 വരെയാണ് അവിടുത്തെ താപനില. കരഞ്ഞാൽ കണ്ണീര് കുപ്പിച്ചില്ല് പോലായി കണ്ണിൽ കുത്തി മുറിവേൽക്കുന്ന അവസ്ഥ. റോപ്പ് കൊണ്ട് പരസ്പരം ബന്ധിച്ചാണ് ട്രൂപ്പുകൾ മഞ്ഞിലൂടെ സഞ്ചരിക്കുക. ആരെങ്കിലും ഇടയിൽ മഞ്ഞിൽ പുതഞ്ഞു പോയാൽ എല്ലാവരും നിലച്ചു പോകും. പിന്നെ മഞ്ഞുപാളികൾ വെട്ടിപ്പൊളിച്ച് തൻ്റെ കൂട്ടുകാരൻ്റെ ശരീരം പുറത്തെടുത്ത് കയറ് പൊട്ടിച്ച് മാറ്റി വേണം യാത്ര തുടരാൻ. അതാണ് സിയാച്ചിൻ ഓപ്പറേഷൻ. അവിടുത്തെ വില്ലൻ പാകിസ്ഥാനി സേനയല്ല, അതിക്രൂരയായ പ്രകൃതി തന്നെയാണ്. എക്സ്ട്രീം ക്ലൈമറ്റിൽ മരണവുമായാണ് യുദ്ധം. ഞങ്ങൾ തമാശ പറയാറുണ്ട്, കൊടും മഞ്ഞിൽ ആഹാരം കിട്ടാതെ മരിക്കാറായ പാകിസ്ഥാനി സോൾജേഴ്സിന് റേഷൻ കൊടുത്ത് അവരെ ജീവിപ്പിച്ച് പിന്നെ വേണം വെടിവെച്ച് കൊല്ലാൻ എന്ന്. കാളിദാസ കാവ്യത്തിലെ തേനാർത്ഥിത്വം ത്വയി വിധിവശാൽ ദൂരബന്ധൂർ ഗതോഹം, അതുകൊണ്ടാണ് വിധിവശാൽ ഉറ്റവരകന്ന ഞാൻ താങ്കളുടെ അടുക്കൽ അപേക്ഷയുമായി വന്നത്, മേഘസന്ദേശം എന്ന വരി അന്ന് ഞാൻ അറിയാതെ ഓർത്തുപോയി. യുദ്ധവും യക്ഷൻ്റെ വിരഹവും തമ്മിൽ എന്തു ബന്ധം എന്ന് ചോദിക്കരുത്. യുദ്ധത്തേക്കാൾ വലുതാണ് തങ്ങൾക്ക് തങ്ങളുടെ മരണം പോലും ഉറ്റവരറിയില്ലെന്ന് ഓർക്കുമ്പോഴുള്ള പരമമായ നിസ്സഹായത. ആരൊക്കെയോ പറഞ്ഞു സംസ്കൃത പ്രൊഫസർ ഇളയത് മാഷിൻ്റെ മകനായതിനാൽ കമാൻഡർ വെറും റൊമാൻറ്റിക് ആണെന്ന്. ആയിരിക്കാം. ഒരു റൊമാൻറ്റിക്കിനെ ശരിക്കും മരണത്തിൻ്റെ അതിശൈത്യം അനുഭവിച്ചറിയാനാവൂ, അല്ലേ? പറഞ്ഞു നിർത്തി ട്രേയിൽ നിന്ന് ചുരുട്ടെടുത്ത് കനൽ ഊതി തെളിയിച്ച് അദ്ദേഹം ഒരു പുക ഉള്ളിലേക്കെടുത്തു. കട്ടിയായ വെളുത്ത പുക ഒരു കുഞ്ഞു മേഘമായി മുറിയിൽ നിറഞ്ഞപ്പോൾ തോബിയാസ് ക്യാമറ ഓഫ് ചെയ്യാൻ ആംഗ്യം കാണിച്ചു. 40 നിലയുള്ള ഫ്ലാറ്റിലെ 37-ാം നിലയിൽ സഫാരി TV ചാനലിലെ ചരിത്രം എന്നിലൂടെ എന്ന പരിപാടിക്ക് വേണ്ടിയുള്ള റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മുകളിലേക്ക് താമസിക്കാവുന്ന ഫ്ലാറ്റുകൾ ഇല്ലാത്തതിനാൽ മാത്രമാണ് വിംഗ് കമാൻഡർ നീൽ എന്നറിയപ്പെടുന്ന നീലകണ്ഠൻ ഇളയത് ഈ നിലകൊണ്ട് തൃപ്തനായത്. ബാൽക്കണിയിലേക്കുള്ള വാതിലിനടുത്ത് 20 അടി നീളത്തിലുള്ള കണ്ണാടി ചുമരാണ് ഈ ഫ്ലാറ്റിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. ആകാശത്തിൻ്റെ ഒത്ത നടുക്ക് നിൽക്കുന്ന പ്രതീതി. ലാൻഡ് ചെയ്യാൻ അനുവാദം കിട്ടാതെ ആകാശത്ത് നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽ. പകൽ ഫ്ലാറ്റിലേക്ക് മുഴുവൻ പരന്നു തുളുമ്പുന്ന വെളിച്ചം. രാത്രികാലങ്ങളിൽ തെളിഞ്ഞ ആകാശത്തിൻ്റെ ഏറ്റവും വലിയ ക്യാൻവാസിൽ വരച്ചിട്ട നക്ഷത്രപടങ്ങളുടെ മാസ്മരിക വിന്യാസം. ഇടിയും മിന്നലുമൊക്കെയുള്ള രാത്രികളിൽ ഈ കണ്ണാടി ചുമരും നോക്കി ഇരുട്ടത്ത് തനിച്ചിരിക്കുക അദ്ദേഹത്തിന് വല്ലാത്ത ഹരമാണ്. പശ്ചാത്തലത്തിൽ കിഷോർ കുമാറിൻ്റെ ഭീഗി ഭീഗി രാത്തോമ്മേ മീഠി മീഠി ബാത്തോമ്മേ കൈസാ ലഗത്താ ഹേ എന്ന ഗാനം ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കും. കൂടെ വിദേശത്തു നിന്ന് വരുത്തിച്ച ക്യൂബൻ ചുരുട്ടിൽ നിന്ന് മേഘശകലങ്ങൾ പോലെ പുക വിടർത്തിക്കൊണ്ടിരിക്കും. ഗ്ലാസിൽ പകർന്നു വെച്ച മങ്കി ഷോൾഡറിൽ ഐസ് ക്യൂബുകൾ അനാഥമായി അലിഞ്ഞു ചേരുന്നത് വെറുതെ നോക്കിയിരിക്കും. ചുണ്ടോടടുപ്പിക്കാതെ എത്ര മണിക്കൂർ പിടിച്ചു നിൽക്കാനാവും എന്ന് വാതുവെച്ചതുപോലെ. അദ്ദേഹത്തോടൊപ്പം 40 വർഷമായി അബൂബക്കറുമുണ്ട്. കാര്യസ്ഥൻ, സുഹൃത്ത്, പാചകക്കാരൻ, ഡോക്ടർ, നഴ്സ്, ഡ്രൈവർ, മഹാഗുരു, മന്ദബുദ്ധി ശിഷ്യൻ, കാമുകി, ചവറ്റുകൊട്ട, ഓൾ ഇൻ വൺ. ഈ 86-ാം വയസ്സിലെ കമാൻഡറുടെ ശീലങ്ങളും വാശികളും ദൗർബല്യങ്ങളും അബുവിന് നന്നായി അറിയാം. സ്വന്തമായി ഇഷ്ടാനിഷ്ടങ്ങളില്ലാത്ത സൂഫി വര്യൻ. അദ്ദേഹം
തൻ്റെ മുഴങ്ങുന്ന ശബ്ദത്തിൽ ബൂ എന്ന് വിളിച്ചാൽ എത്ര തിരക്ക് പിടിച്ച ജോലിയിലാണെങ്കിലും അബു ഓടിയെത്തുകയായി. കുളിക്കിടയിൽ പോലും പാതി നിർത്തി തല തുവർത്തിക്കൊണ്ട് അബു ഇറങ്ങി വന്നിട്ടുണ്ട്. 5 നേരം നിസ്കരിക്കുമ്പോഴും അപ്പുറത്ത് നിന്ന് വിളി കേൾക്കുന്നുണ്ടോ എന്നയാൾ കാതോർക്കും. ദേഷ്യം വന്നാലും സങ്കടം വന്നാലും അദ്ദേഹത്തിന് ഒരൊറ്റ വിളിയേ ഉള്ളൂ, ബൂ എന്ന്. അതിൽ ഒരു ജന്മത്തിൻ്റെ മുഴുവൻ അഹങ്കാരവും അനാഥത്വവും അടങ്ങിയിരിക്കും. ഭാര്യ മരിച്ചിട്ട് 10-20 വർഷമായി, മക്കളുമില്ല. കാണാൻ ഹിമാലയം പോലെ ഉണ്ടെങ്കിലും കിളിക്കുഞ്ഞിൻ്റെ ഹൃദയമാണെന്ന് അബുവിനറിയാം. എടോ, നീ എന്നെ നല്ലോണം നോക്കിയാൽ എനിക്കുള്ളതെല്ലാം എൻ്റെ കാലശേഷം നിനക്കാ. ഈ തടി മെഡിക്കൽ കോളേജ് പിള്ളേർക്കും, കമാൻഡർ ഇടയ്ക്കിടെ പറയാറുണ്ട്. ഒരർത്ഥത്തിൽ അദ്ദേഹത്തെക്കാൾ വിരക്തി വന്നയാളാണ് അബു. സ്വന്തമായി ഒരു താല്പര്യങ്ങളുമില്ലാതെ, സ്വന്തം പരാധീനതകളും വയ്യായികളും വകവയ്ക്കാതെ വർഷങ്ങളായി കൂടെ കൂടിയതല്ലേ. ഒന്നും മോഹിച്ചിട്ടല്ല. പെങ്ങന്മാരുടെ മുഴുവൻ വിവാഹം കഴിപ്പിച്ചതും വീട് പുതുക്കിപ്പണിതതും വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ചികിത്സ നടത്തുന്നതും ഈ ഒരൊറ്റ വ്യക്തി കാരണമാണ്. 15-ാം വയസ്സിൽ കുപ്പയിൽ നിന്നെന്ന പോലെ പെറുക്കിയെടുത്തതാണ്. സ്വന്തമായി ഒരു കുടുംബമുണ്ടാക്കാൻ പലതവണ നിർബന്ധിച്ചപ്പോഴൊക്കെയും ഒഴികഴിവുകൾ പറഞ്ഞ് തടി തപ്പി. ഇപ്പോൾ 56-ാം വയസ്സിൽ തനിക്ക് ഇങ്ങനെ അല്ലാത്തൊരു ജീവിതം സാധ്യമല്ലെന്ന് ഉറപ്പിച്ചിരിക്കുമ്പോൾ എന്തിനാണ് ഫ്ലാറ്റും കാറും ബാങ്ക് ബാലൻസും ഒക്കെ? അബു ഇടവേളകളിൽ എല്ലാവർക്കും ചായ വിളമ്പി, കൂടെ വറുത്ത അണ്ടിപ്പരിപ്പും. ക്യാമറയുടെ പൊസിഷൻ മാറ്റാൻ തോബിയാസ് ആംഗ്യം കാണിച്ചു. കമാൻഡറെ ഭയത്തോടെ നോക്കിക്കൊണ്ടാണ് അവരുടെ നീക്കങ്ങളെല്ലാം. കഴിഞ്ഞ ദിവസം ഈ ഇൻ്റർവ്യൂവിൻ്റെ പ്രൊമോ ഷൂട്ട് ചെയ്യാൻ എത്തിയപ്പോഴുണ്ടായ പ്രകടനം അത്ര ഗംഭീരമായിരുന്നല്ലോ. ചാനലിൽ ഇതുവരെ ഒരു പരിപാടിക്കുമില്ലാത്ത ഒരു വീഡിയോ മുഹൂർത്തമായിരിക്കും അത് എന്ന് തോബിയാസ് ആവർത്തിച്ച് പറഞ്ഞു നോക്കിയതാണ്. പരിപാടിയുടെ പ്രാരംഭ ദൃശ്യമായി 17ഉം 19ഉം നിലയുള്ള കൂറ്റൻ ഫ്ലാറ്റുകൾ നിലം പൊത്തുന്നത് കമാൻഡറുടെ പശ്ചാത്തലത്തിൽ കാണിക്കാൻ ഉദ്ദേശിച്ച് എത്തിയതാണ് ടീം. ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ അധികായന്മാരെ വരെ കൂസലില്ലാതെ ആക്രമിക്കുന്ന, ഔദ്യോഗിക ജീവിതത്തിലെ നാടകീയമായ സംഭവങ്ങൾ വിവരിക്കുന്ന, ഒരു യുഗം പോലെ നീണ്ട സംഭവബഹുലമായ ജീവിതകഥ അനാവരണം ചെയ്യാൻ പോവുകയാണല്ലോ. അതിന് ഏറ്റവും അനുയോജ്യമായ പശ്ചാത്തലമായിരിക്കും ആ ദൃശ്യം എന്ന് എല്ലാവരും ഉറപ്പിച്ചതാണ്. എന്നാൽ അന്ന് അതിരാവിലെ മുതൽ തന്നെ കമാൻഡർ അസ്വസ്ഥനായിരുന്നെന്ന് അബൂബക്കർ പറഞ്ഞു. തൻ്റെ ഒറ്റക്കുഴൽ ബൈനോക്കുലർ ഉപയോഗിച്ച് നെട്ടൂരിലെ ഇരട്ട ടവറുകളായ ആൽഫ സെറീനെ ഇവിടെ നിന്ന് അദ്ദേഹം കൂടെ നോക്കി നിന്നു. ആദ്യത്തെ ഫ്ലാറ്റ് പൊളിക്കുന്നതിൻ്റെ ടെലിവിഷൻ ദൃശ്യങ്ങൾ കണ്ട് അദ്ദേഹം നെടുവീർപ്പിട്ട് തലയിൽ കൈയും വെച്ച് കസേരയിൽ കണ്ണടച്ചിരുന്നു. ഷൂട്ടിങ്ങിനായി ക്യാമറയും ലൈറ്റിങ്ങും സർവ്വ സജ്ജീകരണങ്ങളുമായി എത്തിയവരോട് അകാരണമായി ക്ഷോഭിച്ച് മുറിക്കുള്ളിൽ തലങ്ങും വിലങ്ങും അദ്ദേഹം നടന്നുകൊണ്ടിരുന്നു. 2ാം ലോക മഹായുദ്ധകാലത്തെ സൈറണുകളെ പെട്ടെന്ന് ഓർത്തുകൊണ്ടോ എന്തോ നിലത്ത് കമിഴ്ന്നു കിടക്കാൻ അദ്ദേഹം എല്ലാവരോടും ആജ്ഞാപിച്ചു. ആരും അനുസരിക്കാത്തത് കണ്ട് ബോധത്തിലേക്ക് ഉണർന്ന കമാൻഡർ ചുമരിൽ സ്ഥാപിച്ചിരുന്ന ഇരട്ടക്കുഴൽ തോക്ക് ചൂണ്ടി എല്ലാവരെയും വിരട്ടി. എല്ലാവരും പേടിച്ചരണ്ടിരുന്ന ആ നിമിഷങ്ങളിൽ സാമാന്യം വ്യക്തമായി ഇവിടെ നിന്ന് കാണാമായിരുന്ന ഇരട്ട ടവറുകളുടെ പതനം അങ്ങനെ അവർക്കെല്ലാവർക്കും നഷ്ടമായി. അണുബോംബ് വർഷിച്ചാൽ ഉയരുന്ന കൂൺ മേഘം പോലെ സ്ലോ മോഷനിൽ ആ ഫ്ലാറ്റുകൾ നിന്നിടത്ത് നിന്ന് പൊടിപടലങ്ങൾ പരന്നുയരുന്നത് മാത്രം കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും നോക്കി നിന്നു. പ്രൊമോ ഷൂട്ടിംഗ് എന്ന സ്വപ്നം ഉപേക്ഷിച്ച് തോബിയാസും കൂട്ടരും അന്ന് മടങ്ങിയത് എല്ലാവരെയും നടുക്കിയിരുന്നു. ആ കൂട്ടത്തിൽ 2 പേർ ടീമിൽ നിന്ന് തന്നെ പിൻവാങ്ങി. ഇടവേളയിൽ ക്യാമറക്കാരൻ്റെ നോട്ടം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിലായിരുന്നു. മിക്കതും കട്ടിയുള്ള പഴകി ദ്രവിച്ച പുസ്തകങ്ങൾ. കമാൻഡർ പറഞ്ഞു, അച്ഛൻ്റെ പുസ്തകങ്ങളാ. തൃപ്പൂണിത്തറ RV-യിലേക്ക് കൊടുക്കാമെന്ന് വെച്ചതാണ്. പക്ഷേ എൻ്റെ കാലശേഷം മതി എന്ന് ഞാൻ അബുവിനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കും ഒരല്പം സംസ്കൃതത്തിൻ്റെ അസ്ക്യതയുണ്ടേ. അച്ഛനെപ്പോലെ വ്യാഖ്യാനിക്കാനൊന്നും അറിയില്ല. പക്ഷേ ആ കാഴ്ചയുടെയൊക്കെ ഒരു ഹൈറ്റ് മറ്റൊരു പുസ്തകത്തിനും കാണാനാവില്ല. തോബിയാസിൻ്റെ കണ്ണു വായിച്ച് ക്യാമറാമാൻ ആ പുസ്തകങ്ങളുടെ കുറച്ച് ക്ലോസ് ഷോട്ടുകൾ എടുത്തു. പുസ്തകമെടുത്ത് നിവർത്തി മറിച്ചു നോക്കുന്ന കമാൻഡറുടെ ലോ ആംഗിൾ ദൃശ്യങ്ങളും. ക്ഷീണമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം തുടരാം സാർ, തോബിയാസ് പറഞ്ഞു. ആർക്കാ ക്ഷീണം? നിങ്ങൾക്കോ എനിക്കോ? അതല്ല, ഒറ്റയടിക്ക് തീർക്കണമെന്നില്ല. നമുക്ക് ലെങ്ത് ഒരു പ്രശ്നമല്ല. അരമണിക്കൂർ വീതം 60 എപ്പിസോഡ് വരെയൊക്കെ സംസാരിച്ചവരുണ്ട്. അതുകൊണ്ടാ. നിങ്ങൾക്കും അടുത്താൽ നിർത്തിക്കോ, ഞാൻ ഇവിടെ തന്നെ കാണും. വിഷമത്തിലായ തോബിയാസ് എന്നാൽ ഒരു ടേക്ക് വേണ്ടി എടുക്കാം എന്ന് ടീമിനോട് പറഞ്ഞു. ടച്ചപ്പിന് സെൽവനെ നോക്കി.
കമാൻഡർ കഥാപാത്രത്തെ ഉൾക്കൊണ്ടു. ഫോഴ്സിൽ നിന്ന് പിരിഞ്ഞ് ഞാൻ സിവിൽ ഏവിയേഷനിൽ ചേർന്നപ്പോൾ ഭൂമി കുറെ കൂടി ഉരുണ്ടതായി. ആ പ്രയോഗം കേട്ട് അന്തം വിട്ടു നിന്ന സഫാരിക്കാരെ നോക്കി കമാൻഡർ കുലുങ്ങി ചിരിച്ചു. എന്നുവെച്ചാൽ ഞാൻ കൂടുതൽ സമയം ആകാശത്ത് തന്നെയായി എന്നർത്ഥം. പൈലറ്റ് ട്രെയിനിങ്ങിന് അന്ന് ഇന്നത്തെ പോലെ സിമുലേഷൻ മെത്തേഡ് ഒന്നുമില്ലല്ലോ. നേരിട്ട് ആകാശത്ത് ഇത്ര മണിക്കൂർ വിമാനം പറത്തിയിരിക്കണം എന്ന നിയമമുണ്ട്. എങ്കിൽ മാത്രമേ ലൈസൻസ് കിട്ടൂ. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് പോലെയല്ല ആകാശത്ത് എട്ടും പൊട്ടും തിരിയാത്ത പയ്യന്മാരുടെ കയ്യിൽ സർവ്വ കൺട്രോളും കൊടുത്ത് വിമാനത്തിൽ കൂടെ യാത്ര ചെയ്യുന്നത്. കോക്പിറ്റിലെ ആയിരക്കണക്കിന് സ്വിച്ചുകൾ ഓരോന്നും എന്താണെന്ന് പഠിക്കാൻ തന്നെ മാസങ്ങളെടുക്കും. ഒരെണ്ണം മാറി പ്രയോഗിച്ചാൽ മതി മൂക്കുകുത്തി താഴെ വീഴാൻ. ട്രെയിനുകളാണെങ്കിൽ പരിഭ്രമിച്ച് കയ്യും കാലും വിറച്ച് റോങ് സ്വിച്ചുകൾ മാത്രമേ പ്രയോഗിക്കൂ. ഭയങ്കര ടെൻഷൻ പിടിച്ച പണിയായിരുന്നു. ഭാഗ്യത്തിന് അപകടമൊന്നും ഉണ്ടായില്ല. അന്നേ മേഘങ്ങൾ എനിക്ക് ഹരമായിരുന്നു. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ടാക്സി ഔട്ട് ചെയ്തു, റൺവേ ലൈനപ്പ് ചെയ്തു, ത്രോട്ടിൽ ഓപ്പറേറ്റ് ചെയ്തു. സാമാന്യം എയർബോൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂട്ട് വലുതും ചെറുതും വിധത്തിലും തരത്തിലും ഉള്ള മേഘങ്ങൾ മാത്രമാണ്. കോ പൈലറ്റ് ഭൂമിയിലെ കാര്യങ്ങൾ പറഞ്ഞ് ശല്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിർത്തിയോ അറ്റമോ ഇല്ലാത്ത ആകാശത്തിൽ താന്തോന്നികളായ മേഘക്കൂട്ടങ്ങളെ പോലെ അലയാം. നോക്കൂ, ഞാൻ പറഞ്ഞത് ഭൂമിയിലെ എന്നാണ്. മേഘത്തിനും മുകളിലൂടെ പറക്കുമ്പോൾ സൂര്യൻ്റെ വെള്ളി വെളിച്ചം വിരിക്കുന്ന സുൽത്താൻ്റെ പട്ടുമെത്തയുണ്ട്. ഹോ, ആ ഹൈറ്റിൽ നിന്ന് ചാടി ചാവാൻ തോന്നും. അത്രയ്ക്ക് ശക്തിയുള്ള വിളിയാണ്. ആദ്യമൊന്നുമല്ല കേട്ടോ, 22 വർഷം ഞാൻ വിമാനത്തിലായിരുന്നു. പിന്നെ പിന്നെ എനിക്ക് ലഹരിയായി. രാത്രിയിലെ ആകാശം, സൂര്യൻ ഉണരുന്നതിന് തൊട്ടു മുമ്പുള്ള ആകാശം, നട്ടുച്ചയിലെ കണ്ണു പൊട്ടിക്കുന്ന ആകാശം. യെസ്, രാത്രിയിൽ നിങ്ങൾക്ക് എല്ലാം വ്യക്തമായി കാണാം. പകൽ നട്ടുച്ചയ്ക്കാണ് ഫ്ലൈറ്റിൽ നിങ്ങൾ ബ്ലൈൻഡായി പോകുന്നത്. ചന്ദ്രനില്ലാത്ത ആകാശമാണ് നിലാവിനേക്കാൾ റൊമാൻറ്റിക്. അപ്പോഴും മേഘം മേഘം മേഘം. ട്രെയിനുകളെ പലതരം മേഘങ്ങളുടെ രൂപവും സ്വഭാവവും പഠിപ്പിക്കണം. യു ഹാവ് ടു അവോയ്ഡ് ക്ലൗഡ്സ് വൈൽ ഫ്ലൈയിങ്, അല്ലേ? അതിന് വേറെ വഴിയൊന്നുമില്ല. ഇന്നൊക്കെ അത്യാധുനിക സൗകര്യങ്ങളും മെഷീനറികളും ഉണ്ട്. കാണുന്ന കാഴ്ച കൊണ്ട് ഏതുതരം മേഘമാണ്, എത്ര വ്യാപ്തിയിൽ അതുണ്ടാവും എന്നൊക്കെ തിരിച്ചറിഞ്ഞ് ഉയരം കൂട്ടുകയോ കുറയ്ക്കുകയോ വശം തിരിക്കുകയോ ഒക്കെ ചെയ്യണം. പിന്നെ ഓരോന്നിൻ്റെയും ഇലക്ട്രിക്കൽ ചാർജും കെമിക്കൽ ഇൻഗ്രീഡിയൻസും അറിയണം. ബൈ ദ ബൈ, നിങ്ങൾക്ക് വിഷ്വൽസ് കാണിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ഞാനൊരു ചാർട്ട് കാണിച്ചു തരാം. ഉയരത്തിനും രൂപത്തിനും അനുസരിച്ച് മേഘങ്ങളുടെ വ്യത്യാസം എന്തെന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ പ്രൊവിഷൻ ഉണ്ടോ തോബിയാസ്? ഉവ്വ് സാർ, വ്യൂവേഴ്സിന് അത് ഉപകരിക്കും. 1000 വാക്കിന് പകരം ഒരു ചിത്രം മതിയല്ലോ. എക്സാക്ട്ലി. ഞാനത് ഒന്ന് തപ്പിയെടുത്തോട്ടെ. ഒന്ന് പോസ് ചെയ്യണേ. കമാൻഡർ ചുമരലമാറയിലെ താഴെ തട്ടിൽ അടുക്കി വെച്ചിരുന്ന കടലാസുകൾ പുറത്തെടുത്തു. അതിനിടയിൽ മറ്റു പല ഫോട്ടോകളിലും കണ്ണുടക്കി കുറച്ചു നേരം ധ്യാനിച്ച് അവ തിരികെ വെച്ചു. ബൂ. കമാൻഡറുടെ വിളിയുടെ അറ്റത്ത് കാറ്റുപോലെ അബു പറന്നെത്തി. ഇത് എവിടെ വെച്ചു എന്ന് ഓർമ്മയുണ്ടോ? ഏതാ സാർ? അതിന് മറുപടി പറയാതെ കമാൻഡർ കടലാസുകൾ വാരി വലിച്ചിട്ടു. എന്താണ് തിരയുന്നതെന്നറിയാതെ അബുവും ഷെൽഫിൻ്റെ പല ഭാഗത്തും കയറ്റി വെച്ചിരുന്ന ഫയലുകളും പേപ്പറുകളും എടുത്തു കാണിച്ചു. കണ്ടില്ലേ, ഇതാണ് പ്രകൃതം എന്ന് തോബിയാസിനെ കണ്ണുകൊണ്ട് കാണിച്ച് അബു മാറി നിന്നു. കമാൻഡർക്ക് ക്ഷമ നശിച്ചു. ഇവിടെ ഉണ്ടായിരുന്നതാ. ഞാൻ എന്തായാലും നിങ്ങളുടെ ഷൂട്ടിംഗ് കഴിയുമ്പോഴേക്കും സംഘടിപ്പിച്ചു തരാം. അതിൽ ഇത്ര ഫീറ്റ് AGL, എബവ് ഗ്രൗണ്ട് ലെവൽ എന്നൊക്കെ വൃത്തിയായി പറഞ്ഞിട്ടുണ്ട്. പൈലറ്റ്സ് ട്രെയിനിങ്ങിൽ മനഃപ്പാടമാക്കേണ്ട ചിത്രമാണത്. ചെമ്പരയാട്ടിൻ പറ്റം പോലെ അനങ്ങാതെ നിൽക്കുന്ന മേഘങ്ങൾ കണ്ടിട്ടില്ലേ? അതാണ് ഏറ്റവും ഉയരത്തിലുള്ളവ. അതല്ലെങ്കിൽ നീണ്ട തലമുടി നാര് പോലെ പരന്ന് അനന്തതയിൽ അലിഞ്ഞു ചേരുന്നവ. അതാണ് സിറോസ്റ്റാറ്റസ് എന്ന് പറയുന്നത്. രാവിലെ എണീറ്റ് ആരോ വലിയൊരു ചൂലുകൊണ്ട് ആകാശമുറ്റം അടിച്ചു വാരിയ പോലെ തോന്നും കണ്ടാൽ. മുറ്റത്ത് ഈർക്കിൽ പാടുകൾ കോറിയിട്ടതുപോലെ. സിറോ എന്ന ലാറ്റിൻ വാക്കിന് തലമുടി നാര് എന്നാണ് അർത്ഥം. അത്തരം മേഘങ്ങൾ 20,000 അടിക്ക് മേൽ ഉയരത്തിലാണ് കേട്ടോ. ഐസ് ക്രിസ്റ്റൽസ് ആണ് കാണുന്നത്. അവിടുന്ന് തുടങ്ങി 6500 അടി വരെ ഉയരത്തിൽ കാണുന്നവ ഓൾട്ടോസ്ട്രാറ്റസ് എന്നും ഓൾട്ടോ ക്യുമുലസ് എന്നും പേരുള്ളവ. ക്യുമുലസ് എന്ന് പറഞ്ഞാൽ കൂന പോലെയുള്ളവയാണ്. ടെക്നിക്കലി ഒരുപാട് പറയാനുണ്ട്. അതിനും താഴെ, ഏറ്റവും താഴെ കാണുന്നവയാണ് ക്യുമുലോ നിംബസ് അഥവാ CB ക്ലൗഡ്സ്. കട്ടിക്കറുപ്പായി തിങ്ങി നിറഞ്ഞ് പ്രളയം പൊഴിക്കുന്ന മഴമേഘങ്ങൾ. ഇതാണ് ആകാശത്തിലെ യഥാർത്ഥ വില്ലൻ. ഹൈ ഇലക്ട്രിക് ചാർജാണ്. അതിൽ പെട്ടാൽ പെട്ടു. 10-15,000 അടി ഉയരം വരെ ഒക്കെ മേഘങ്ങൾ കാണൂ. അതിനു മുകളിൽ ശരിക്കും മെഡിറ്റേറ്റീവ് മൂഡാണ്.
ടൈം ഇല്ലാതാവുന്ന അവസ്ഥ സങ്കല്പിക്കാനാവുമോ? അതാണ് അവിടെ. അറ്റ്ലാന്റിക്കിൻ്റെ മുകളിലൂടെ 18 മണിക്കൂറൊക്കെ നിർത്താതെ ഫ്ലൈ ചെയ്ത ഓർമ്മയുണ്ട് എനിക്ക്. എന്താ പറയുക, യു വിൽ ബിക്കം നത്തിങ്. വിഷനീല നിറഞ്ഞ മേലാപ്പിന് കീഴെ കടൽ പോലെ പതഞ്ഞു കിടക്കുന്ന മേഘമെത്ത ചക്രവാളം വളഞ്ഞ് വലയം ചെയ്ത് കാന്തം പോലെ നമ്മെ വിളിച്ചുകൊണ്ടിരിക്കും. 1000 മൈൽ വേഗത്തിൽ നമ്മൾ സഞ്ചരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസം. മേഘങ്ങൾ ഒഴിഞ്ഞ ഇടവേളകളിൽ താഴേക്ക് നോക്കി ഭൂമി അവിടെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പിക്കും. അതുമതി. പിന്നെ കമാൻഡർ കണ്ണടച്ച് ആ അവസ്ഥ ഓർമ്മയിൽ ആവാഹിക്കാൻ ശ്രമിച്ചു. ആർക്കും ആ ധ്യാനം മുടക്കാൻ ധൈര്യം വന്നില്ല. തൊട്ടാൽ പൊള്ളുന്ന നിശബ്ദത. എല്ലാവരുടെയും കണ്ണുകൾ അദ്ദേഹത്തിൽ തന്നെ ഉറച്ചു നിന്നു. ക്യാമറ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. എഡിറ്റിങ്ങിൽ ഈ മുഹൂർത്തങ്ങൾ ഉപേക്ഷിക്കാതെ നിർത്തണം എന്ന് തോബിയാസ് ഉറപ്പിച്ചു. നിർത്താതെ ചിലയ്ക്കുന്ന കുരുവികളുടെ ഉയരമല്ല, ധ്യാനബുദ്ധരായ കഴുകന്മാരുടെ ഉയരമാണ് ഇവിടെ ആവശ്യം. ഞാൻ ഇല്ലാതാകുന്ന ഒരിത്തിരി സന്ദർഭം കാഴ്ചക്കാർക്കും കിട്ടട്ടെ. അദ്ദേഹം ക്ഷമാപണത്തോടെ ഉണർന്നു. കുറച്ച് വെള്ളം കുടിച്ച് വീണ്ടും സംസാരിച്ചു തുടങ്ങി. ഞാൻ ആ ടേം വേഗം തീർത്ത് ATCയിൽ ചാർജ് എടുത്തു. എയർ ട്രാഫിക് കൺട്രോൾ സെൻറ്റർ. അവിടെ ആവുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു ചെയ്യിക്കാനും സിസ്റ്റം മെച്ചപ്പെടുത്താനും അവസരമുണ്ടാവും. മിടുക്കന്മാരായ കുറേ ചെറുപ്പക്കാരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. എന്തിനും തയ്യാറായി. ഉഴപ്പന്മാരെ ഞാൻ കയ്യോട് പിടികൂടും. അന്നൊരു ഡോക്ടർ സേതുരാമയ്യരുണ്ടായിരുന്നു. കോക്പിറ്റിൽ കയറും മുമ്പ് പൈലറ്റുമാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് ചെക്കപ്പ് ഉണ്ട്. ഡോക്ടർക്കാണ് ചാർജ്. പരിശോധിച്ച് യാതൊരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യണം. സേതുരാമയ്യർ വീട്ടിലിരുന്നാണ് പരിശോധന. ഓഫീസിൽ വരാറേയില്ല. പൈലറ്റുമാർ ഡ്യൂട്ടിക്ക് കയറും മുമ്പ് ഡോക്ടറെ വിളിക്കും. ഡോക്ടർ ചോദിക്കും, ഹൗ ആർ യു? ഫൈൻ സാർ. അത്ര തന്നെ. വീട്ടിലിരുന്ന് സർട്ടിഫൈ ചെയ്യും. ഇത് ഞാൻ കണ്ടുപിടിച്ചു. ഓഫീസർ ഇൻചാർജിനോട് ഞാൻ ചോദിച്ചു, ഗിവ് മീ ഹിസ് ഫോൺ നമ്പർ. ഞാൻ വിളിച്ചു, ഹലോ മിസ്റ്റർ സേതുരാമയ്യർ, ഡോണ്ട് യു ഹാവ് എ റൂം അറ്റ് ATC? 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ടിപ്പിക്കൽ ട്രിവാൻഡ്രം സ്റ്റൈലിൽ സേതുരാമയ്യർ വന്നു. ഞാൻ പറഞ്ഞു, മിസ്റ്റർ അയ്യർ, യു ആർ യങ്ങർ ദാൻ മീ. ഡോണ്ട് പ്ലേ ദിസ് ഗെയിം അറ്റ് ഏവിയേഷൻ. ടുമോറോ ഓൺവേർഡ്സ് യു വിൽ ഹാവ് ടു ബി ഹിയർ ഇൻ ദ എയർപോർട്ട്. ചെക്ക് ദ പൈലറ്റ്സ്. ഐ വിൽ കണ്ടക്ട് സർപ്രൈസ് ചെക്ക് ഓൺ യുവർ രജിസ്റ്റർ. ദൈവീകമായൊരു ക്രോസ് ബെൽറ്റ് ദാ നെഞ്ചിന് കുറവ് കിടക്കുന്നില്ലേ? അതിനോടെങ്കിലും സത്യസന്ധനാവണ്ടേ മിസ്റ്റർ? 3 നേരം 108 ഗായത്രി ജപിക്കുന്ന സേതുരാമയ്യർ എൻ്റെ കാലിലേക്ക് കുനിഞ്ഞു. ഞാൻ പരിഭ്രമിച്ച് കാല് വലിച്ചെടുത്തില്ലെങ്കിൽ അങ്ങേര് അതും ചെയ്തേനെ. ഇങ്ങനത്തെ കുറേ കേസുണ്ട്. ചൽത്താഹേ എന്നാണ് പൊതുവെ ആളുകളുടെ നിലപാട്. ഇതൊക്കെ ഇങ്ങനെ അങ്ങ് പൊയ്ക്കോളും. എന്നോ ആരോ എന്തിനോ തുടങ്ങി വെച്ച സമ്പ്രദായം. കാര്യമറിയാതെ നമ്മൾ അനുസരിച്ച് പോരുന്നു, അത്ര തന്നെ. പക്ഷേ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരറ്റത്ത് നിന്ന് ഞാൻ തൂത്ത് വൃത്തിയാക്കാൻ തുടങ്ങി. നമ്മൾ നമ്മുടെ പണി വൃത്തിയായി ചെയ്താൽ ആരുടെയും മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കണ്ട, അല്ലേ? സിവിൽ ഏവിയേഷൻ മന്ത്രി വന്നാൽ ഞാൻ പോയി കാണാറൊന്നുമില്ല. ഫോണിൽ പറയും, സോറി സാർ, എനിക്ക് അല്പം തിരക്കുണ്ട്, വന്ന് കാണാൻ പറ്റില്ല. മന്ത്രിക്ക് ഞാൻ കൃത്യമായി ജോലി ചെയ്യും എന്നറിയാം. അതുമതി. പിന്നെയും കുറേ കാലം പല സെൻറ്റേഴ്സിലും ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് തിരുവനന്തപുരത്ത് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള പോസ്റ്റായിരുന്നു. ശരിക്കു പറഞ്ഞാൽ നല്ല റിസ്ക്കും എന്നാൽ അത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷനുമുള്ള കാലം. അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ കാലമായെങ്കിലും ഇനിയും ഇക്കാര്യങ്ങളൊക്കെ പുറത്തുവിടാമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസ് ഒന്നും പൊതുവെ പുറത്തുവിടാൻ പാടില്ലെന്നാണ്. എന്നാലും പറയാം, അത് അങ്ങനെ ഒരു കാര്യമായതുകൊണ്ടാണ്. ഇന്നും എൻ്റെ ഉറക്കം കെടുത്തുന്ന ഓർമ്മകളായതുകൊണ്ടാണ്. കമാൻഡർ ഒരു ഇത്തിരി ഇടവേള എടുക്കുന്നതായി തോന്നിയപ്പോൾ തോബിയാസ് ക്യാമറമാനെ നോക്കി. ലൈറ്റുകൾ ഒന്നിച്ചണച്ചപ്പോൾ പെട്ടെന്നുണ്ടായ ഇരുട്ടിൽ എല്ലാവരും കമാൻഡർ ഇരുന്ന ഇടത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവിടെ നിന്ന് കട്ടിയായ പുക ഉയരുന്നത് കാണുകെ തോബിയാസിനും വായ്ക്കകം പൊരിച്ചിൽ തുടങ്ങി. പതുക്കെ മറുപുറത്ത് ബാൽക്കണി ലക്ഷ്യമാക്കി പോക്കറ്റിൽ നിന്നും സിഗരറ്റ് എടുത്ത് കൊളുത്തി. കാര്യമായ സംഭവങ്ങളില്ലാതെ ഇദ്ദേഹം ഇങ്ങനെ വിവരണം തുടർന്നാൽ മിക്കവാറും കത്തിവെക്കേണ്ടി വരുമല്ലോ എന്നയാൾ ഓർത്തു. ഇല്ല, എന്തോ കാര്യമായി പറയാൻ തുടങ്ങുകയായിരുന്നല്ലോ. അത്രയും നേരം അദൃശ്യനായിരുന്ന അബു വീണ്ടും ഒരു ട്രേയിൽ കഴുകി മുറിച്ച കുറേ പഴങ്ങൾ വിളമ്പി. പെട്ടെന്ന് തന്നെ എല്ലാവരും ഫ്രഷായി തിരിച്ചെത്തിയതും കമാൻഡർ ഷെൽഫിൽ നിന്ന് വക്കു പിഞ്ഞി തുടങ്ങിയ ഒരു പുസ്തകമെടുത്ത് കാണിച്ചു. മേഘം കവികളുടെ ഒഴിയാബാധയാണ്. അതിലെന്തൊക്കെയോ നിഗൂഢതയുണ്ടെന്ന് കാളിദാസൻ പല കൃതികളിലും പറഞ്ഞിട്ടുണ്ട്. പല കാരണം കൊണ്ടും ഒറ്റപ്പെട്ടുപോയ മനുഷ്യന് മേഘങ്ങളാണ് ഒരേ ഒരു സുഹൃത്ത്. അത് മഹാരാജാവിനും പരമദരിദ്രനും ഒരുപോലെയാണ്.
മേഘം എല്ലാം കാണുന്നു, അറിയുന്നു, സമാശ്വസിപ്പിക്കുന്നു. കമാൻഡർ സാഹിത്യം തുടങ്ങിയപ്പോൾ തോബിയാസ് പെട്ടെന്ന് ലൈറ്റുകളിട്ട് റെക്കോർഡിംഗ് തുടങ്ങി. അദ്ദേഹം പതുക്കെ മൂഡിലെത്തുകയാണ്. ക്ലാസിക്കുകൾ ഇത്രയ്ക്ക് ഹൃദിസ്ഥമാക്കിയ വൈമാനികൻ ഒരു അത്ഭുതം തന്നെയാണ്. ഇരിപ്പിടത്തിൽ രാജകീയമായി ഇരുന്നു കൊണ്ട് കമാൻഡർ തുടർന്നു. കാളിദാസനെ പോലെ ഷെല്ലി, വേർഡ്സ്വർത്ത്, റസ്കിൻ എല്ലാവർക്കും മേഘം ഒരു ഒബ്സഷനായിരുന്നു. നമ്മുടെ ശങ്കുണ്ണി നായരുടെ കുറുക്കിക്കൊള്ളുന്നൊരു പഠനമുണ്ട്, മേഘാലോകം എന്ന് പറഞ്ഞ്. സഫാരിക്കാർ പരസ്പരം നോക്കി, ഏത് ശങ്കുണ്ണി നായർ? കമാൻഡർ ഷെൽഫിൽ നിന്ന് ഛത്രവും ചാമരവും എന്ന പുസ്തകം തപ്പിയെടുത്ത് അതിലെ പേജുകൾ മറച്ചു. നോക്കൂ, മൂപ്പര് ഗഥയെ ഉദ്ധരിച്ചിരിക്കുന്നത്. ദ ഫസ്റ്റ് അക്വൈൻറ്റൻസ് വിത്ത് സച്ച് എ വർക്ക് ഓൾവേസ് മേക്സ് ആൻ എപ്പോക്ക് ഇൻ അവർ ലൈഫ്. കാളിദാസൻ്റെ മേഘദൂതത്തെക്കുറിച്ചാണ്. ജീവിതത്തിൻ്റെ ആ മിസ്റ്ററി ഉണ്ടല്ലോ, അതിനെ ആവിഷ്കരിക്കാൻ കാളിദാസൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് മേഘത്തിൻ്റെ പല പല ഡൈമെൻഷൻസാണ്. പുരൂരവസ് ഉർവശിയോട് മിന്നലും മഴവില്ലുമുള്ള മേഘത്തെ ചൂണ്ടിക്കാട്ടി എയർ ഹോസ്റ്റസിനോട് എന്ന പോലെ തന്നെ കൊട്ടാരത്തിൽ എത്തിച്ചാലും എന്ന് പറയുന്നതൊക്കെ ശങ്കുണ്ണി നായർ എടുത്തു കാണിക്കുന്നുണ്ട്. പുസ്തകം അടച്ച് തിരിച്ചും മറിച്ചും നോക്കി കമാൻഡർ പറഞ്ഞു, അസാധ്യ പുസ്തകമാണിത്. പക്ഷെ ആളുകൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം എത്താനാവാതെ ഇതിനെ തീരെ മൈൻഡ് ചെയ്തില്ല. നമ്മൾ പറഞ്ഞു വന്നത് തിരുവനന്തപുരം ATCയിൽ ഉണ്ടായിരുന്ന കാലത്തെ സംഭവമായിരുന്നല്ലോ. കുറേ കാലത്തേക്ക് ഉറക്കം കെടുത്തിയ ആ എയർ ക്രാഷിൻ്റെ കഥ. ഒരു ചെറിയ എയർക്രാഫ്റ്റ് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് പറക്കുന്നതിനിടയിൽ കാണാതായി. ട്രെയിനിങ്ങിനിടയിൽ അവർക്ക് ക്രോസ് കൺട്രി എന്നൊരു സെഷനുണ്ട്. ചെറിയ ദൂരങ്ങൾ അധികം ഉയരത്തിലല്ലാതെ ഓടിച്ച് പരിശീലിക്കുക. കൊച്ചിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ ട്രിവാൻഡ്രം ATCയിൽ വിവരം കിട്ടി. എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ 7 PM. റിപ്പോർട്ട് ടു അസ് അറ്റ് ഈച്ച് പോയിന്റ്സ് എന്നും പറഞ്ഞ് ഞാൻ വേറെ ജോലികളിൽ ഏർപ്പെട്ടു. സമയം 8 9 എയർക്രാഫ്റ്റിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. പൈലറ്റും കോ പൈലറ്റും പിന്നെ ഒരു ട്രെയിനിയും മാത്രമാണ് വിമാനത്തിലുള്ളത്. 3 പേരും മിടുമിടുക്കരായിരുന്നു. ഒരു തരത്തിലും അബദ്ധം പിണയാൻ സാധ്യതയില്ലാത്ത ടീം. അതിലൊരാളുടെ ഭാര്യ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഓഫീസിലെ സീനിയർ സ്റ്റാഫായിരുന്നു. മന്ത്രിയുമായി നേരിട്ട് ബന്ധമുള്ള കക്ഷി. 10 മണിയായപ്പോൾ അയാളുടെ ഭാര്യ ഡൽഹിയിൽ നിന്ന് വിളിക്കുന്നു. ഭർത്താവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, 7 മണിക്ക് ട്രിവാൻഡ്രത്ത് എത്തും എന്നാണ് പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞ്. ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പിന്നെ തുരിതരാ അന്വേഷണങ്ങളായി. എങ്ങനെയോ സംഗതി പത്രങ്ങൾക്കും ലീക്കായി. ഒരേ പൂരം. DGCയെ വിളിക്കുന്നു, മന്ത്രി സിന്ധ്യ വിളിക്കുന്നു, പോലീസും നാട്ടുകാരും ആകപ്പാടെ ബഹളം. ഞാൻ അന്ന് രാത്രി ഉറങ്ങിയില്ല. VOR എന്നൊരു സംവിധാനമുണ്ട്, വെർച്വൽ ഓംനി റേഞ്ച്. അതൊരു സിഗ്നലിംഗ് സിസ്റ്റമാണ്. അത് പല ഏരിയയിലും ഉണ്ടാവും. അത് നോക്കിയാണ് ചെറിയ എയർക്രാഫ്റ്റുകളൊക്കെ അവരുടെ പൊസിഷൻ കണ്ടുപിടിക്കുക. കൊല്ലം വരെയുള്ള സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം സംഗതി മിസ്സിംഗ് ആയിപ്പോയി. ഏതാണ്ട് കടലോരത്തിന് മുകളിലൂടെയാണ് അവരുടെ റൂട്ട് എന്ന് ഊഹിക്കാം. 2000-2500 അടിയൊക്കെ ഉയരം കാണും. തീരപ്രദേശത്ത് എവിടെയും ഒരു വിമാനാപകടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെന്തു പറ്റി? ഞാൻ തിരിച്ചും മറിച്ചും ആലോചിച്ച് നേരം വെളുപ്പിച്ചു. എന്തെങ്കിലും കൺഫ്യൂഷനോ യന്ത്ര തകരാറോ ഉണ്ടായാൽ പൈലറ്റ് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നത്തിൽപ്പെട്ട് നിവൃത്തിയില്ലാതെ ലാൻഡ് ചെയ്തപ്പോഴുണ്ടായ അപകടമല്ല എന്നുറപ്പ്. ടെയിൽ വിൻഡ് ഉണ്ടെങ്കിൽ, അതായത് പിന്നിൽ നിന്ന് കാറ്റ് ശക്തിയായി അടിച്ചാൽ വിമാനത്തിൻ്റെ നിയന്ത്രണം വിട്ട് വഴിതിരിഞ്ഞു പോകാം. അതും ഉണ്ടായിരിക്കാൻ വഴിയില്ല. പിന്നെന്തു പറ്റി? ഞാൻ പലരുമായും വിളിച്ചു ചോദിച്ചു. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കൊല്ലം വരെയുള്ള VOR റെസ്പോൺസ് ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ ചെന്ന് അന്വേഷിക്കാം എന്ന് വിചാരിച്ചു. ഞാനും അസിസ്റ്റൻ്റ് ഒരു രൺവീറുണ്ട്, പഞ്ചാബി ഓഫീസറാണ്. ഞങ്ങൾ 2 പേരും കൂടി കൊല്ലത്തേക്ക് വിട്ടു. പല വഴിക്കും അന്വേഷിച്ച് നോക്കി. രാത്രിയിൽ ആകാശത്ത് ഒരു തീഗോളം കണ്ടു എന്നൊക്കെ നാട്ടുകാർ തട്ടിവിട്ടു. ഒരു കുന്നിൻ്റെ മുകളിലാണ് അതെന്ന് പറഞ്ഞ് അവിടെയൊക്കെ ചെന്ന് നോക്കി. ഒന്നും കിട്ടിയില്ല. തീരമെല്ലാം അരിച്ചു പെറുക്കി. നത്തിങ്. അപ്പോഴാണ് കൂടെയുള്ള ഒരു പോലീസുകാരൻ അഞ്ചലിനടുത്ത് ഒരു ഗ്രാമത്തിൽ ഒരു സ്ത്രീ ഇതൊക്കെ പ്രവചിക്കുമെന്നും പല പ്രമാദമായ കേസുകളും അവരുടെ വെളിപാട് പറച്ചിലിൽ തെളിഞ്ഞിട്ടുണ്ട് എന്നുമൊക്കെ പറഞ്ഞത്. ശരി, അങ്ങോട്ട് വെച്ച് പിടിക്കാം എന്ന് കരുതി. ചെന്നപ്പോഴുണ്ട് 500 മീറ്റർ ക്യൂ ആയി ആളുകൾ നിൽക്കുന്നു വെളിപാട് കേൾക്കാൻ. എന്തു ചെയ്യും? ഞങ്ങളുടെ കേന്ദ്ര സർക്കാർ വാഹനവും പോലീസും ഒക്കെ കണ്ട് ആരൊക്കെയോ ഞങ്ങളെ വേഗം കടത്തിവിട്ടു. ആ സ്ത്രീ പലതും ഗണിച്ച് പിറുപിറുക്കും പോലെ എന്തൊക്കെയോ മന്ത്രമൊക്കെ ജപിച്ച് മുറ്റത്തിറങ്ങി മണ്ണിലേക്ക് 3 തവണ കാർക്കിച്ച് തുപ്പി. എന്നിട്ട് പറഞ്ഞു, കോട്ടയത്തിനടുത്ത് ഏതോ കുഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞു, ഒരു മലയുടെ മുകളിൽ പൂജയും വിളക്കമൊന്നുമില്ലാത്ത ഒരു ശിവക്ഷേത്രമുണ്ട്. അതിൻ്റെ പടിഞ്ഞാറ് ഒരു പൊട്ടക്കുളമുണ്ട്. അവിടെ വിമാനം വീണിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ശരിക്കും വാ പൊളിച്ചുപോയി.
റഡാറും GPS ഒന്നുമില്ലാത്ത കാലത്ത് ആ സ്ത്രീയുടെ ദിവ്യശക്തി പ്രവർത്തിക്കുന്ന വിധം കണ്ട് ദക്ഷിണ വെച്ച് ആയമ്മയെ കാലിൽ തൊട്ട് വണങ്ങി ഞങ്ങൾ നേരെ കോട്ടയത്തേക്ക് വിട്ടു. അവിടുത്തെ കളക്ടറെയും കൂട്ടി ആ പറഞ്ഞ ഗ്രാമത്തിലേക്ക് ചെന്നു. നോക്കുമ്പോൾ ശരിയാണ്, ആളനക്കങ്ങളൊന്നുമില്ലാതെ തല ഉയർത്തി നിൽക്കുന്ന മല. കയറാൻ വഴിയൊന്നുമില്ല. മലയുടെ മുകളിലെ മൊട്ടപ്പാറയുടെ ഒത്ത നടുക്ക് ഒരു ക്ഷേത്രം ഇവിടുന്നേ കാണാം. വഴുക്കുന്ന പാറയിൽ പൊത്തിപ്പിടിച്ച് കയറി ഞാനും രൺവീറും പാവം UP കേഡർ കളക്ടറും. മുകളിലെത്തും മുമ്പേ വലിയൊരു നന്ദികേശൻ്റെ പ്രതിമ കണ്ടപ്പോൾ ഞങ്ങളുടെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. അമ്മേ എന്നറിയാതെ വിളിച്ചുപോയി. എന്തൊരത്ഭുതം! ഇത്ര കൃത്യമായി കാര്യങ്ങൾ കാണാനുള്ള ആ കഴിവ്! അടഞ്ഞ നടക്കിലെത്തി ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചു. കുണ്ടികയിൽ 100 രൂപയുടെ നോട്ടും നിക്ഷേപിച്ച് പിന്നിലെ പൊട്ടക്കുളം ലക്ഷ്യമാക്കി നടന്നു. പൊട്ടക്കുളമുണ്ട്, പക്ഷേ അതിൽ തീരെ വെള്ളമില്ല. പാറ വെട്ടിയുണ്ടാക്കിയ കുഴിയാണ്. മഴക്കാലത്ത് വെള്ളം നിന്നാലായി. പോലീസും ഞങ്ങളും ആ മല മുഴുവൻ അരിച്ചു പെറുക്കി. ഒരു ഇരുമ്പിൻ്റെ കഷ്ണം പോലും കിട്ടിയില്ല. സംഗതി ചമ്മലായിപ്പോയി. അതിനിടയ്ക്ക് പോലീസും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ മല കയറുന്നത് കണ്ട് താഴ്വാരത്തിൽ നിന്ന് നാട്ടുകാർ കുറേ പേർ പല വഴിക്ക് കയറി വന്നു. എന്തു പറയും? എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ നിർദ്ദേശം കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി. അന്ന് ആ കളക്ടറുടെ മുഖമൊന്ന് കാണണം. എന്നെ ഇഞ്ചിഞ്ചായി അരിഞ്ഞ് കറി വെച്ച് തിന്നാനുള്ള ദേഷ്യം കാണും. ഞങ്ങൾ തലയും താഴ്ത്തി മലയിറങ്ങി. വണ്ടി തിരിച്ചു വിട്ടു, അത്ര തന്നെ. കമാൻഡർ ദീർഘമായി നിശ്വസിച്ചു. കുറേ വെള്ളം കുടിച്ച് നിരാശയോടെ നെഞ്ച് തടവിക്കൊണ്ട് മുറിയിൽ അങ്ങുമിങ്ങും നടന്നു. തോബിയാസ് എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. എന്താണ് പറഞ്ഞു വരുന്നത്? അതോ പറഞ്ഞു കഴിഞ്ഞോ? ഇങ്ങനെ ഒരു അമളി പറ്റിയതിനെക്കുറിച്ചാണോ പറയാനുണ്ടായിരുന്നത്? സകല ദൈവങ്ങളെയും തെറി പറഞ്ഞ് ഞങ്ങൾ മലയിറങ്ങാൻ നേരത്ത് ആകാശത്ത് ഒറ്റയ്ക്ക് ഒരു പടുകൂറ്റൻ മേഘം നിന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ജാതം വംശേ ഭുവനവിദിതേ പുഷ്കലാവർത്തകാനാം. എനിക്ക് പെട്ടെന്ന് മേഘദൂതത്തിലെ വരികൾ ഓർമ്മ വന്നു. താങ്കൾ ലോകപ്രശസ്തമായ പുഷ്കലാവർത്തകന്മാരുടെ വംശത്തിൽ പിറന്നവനാണല്ലോ എന്ന്. പുഷ്കലാവർത്തകങ്ങൾ പ്രളയകാലത്ത് മഴ ചൊരിഞ്ഞ് ലോകത്തെ മുക്കുവാൻ ഒരുക്കി നിർത്തിയ പെരും മേഘങ്ങളാണ്. മേഘങ്ങളുടെ കുലകൂടസ്ഥന്മാർ അവരാണ് ആ നിൽക്കുന്നത്. പണ്ട് പ്രിയപത്നിയെ പിരിഞ്ഞ് രാമഗിരി ആശ്രമത്തിൽ ഒറ്റപ്പെട്ടു പോയ യക്ഷൻ്റെ മുന്നിൽ അനുഗ്രഹ രൂപത്തിൽ ആഷാഢമാസത്തിലെ ആദ്യ ദിവസത്തിൽ വന്നു നിന്നവൻ. കുമ്പിട്ട് കൊമ്പുകുത്തി നിൽക്കുന്ന വലിയൊരാനയെപ്പോലെയുള്ള മേഘം. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ CB ക്ലൗഡ്. കറുത്ത് ജെറ്റ് ബ്ലാക്ക് എന്നൊക്കെ പറയുന്ന നിറത്തിലുള്ള ഒറ്റ മേഘം. അത് ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു. അങ്ങനെ ആ മേഘം ഒറ്റയ്ക്ക് കാണാറില്ല. മഴമേഘങ്ങൾ കൂട്ടത്തോടെയാണ് വരിക. കാളിദാസൻ കണ്ടതുപോലെ ഒറ്റയ്ക്കൊരു മേഘം എന്തായാലും ഒരു നിഗൂഢ ചിഹ്നം തന്നെ, ഞാൻ ഉറപ്പിച്ചു. വൈമാനികരുടെ പേടി സ്വപ്നമാണ് ഈ മേഘക്കൂട്ടം. അന്തരീക്ഷത്തിലെ പല കെമിക്കൽ കോമ്പൗണ്ട്സും ചേർന്നാണ് CB ക്ലൗഡായി രൂപപ്പെടുക. വളരെ അഗ്രസീവാണവൻ. ആഗ്രയിൽ എൻ്റെ കൺമുന്നിൽ വെച്ച് ഒരു എയർക്രാഫ്റ്റ് ഈ മേഘക്കൂട്ടത്തിൽപ്പെട്ട് കഷ്ണമായി ചിതറിപ്പോയിട്ടുണ്ട്. അത്രയ്ക്ക് ഇലക്ട്രിക് ചാർജുള്ള ബോഡിയാണ്. വാഹനത്തിൽ നാണം കെട്ട് തലതാഴ്ത്തിയിരിക്കെ എൻ്റെ മനസ്സിൽ ചില ചിത്രങ്ങൾ തെളിഞ്ഞു. കലക്ടറെ ഓഫീസിൽ ചെന്നിറക്കി 100 ക്ഷമാപണം പറഞ്ഞ് ഞങ്ങൾ കൊല്ലത്തേക്ക് വിട്ടു. രൺവീർ അന്തം വിട്ട് കൂടെയുണ്ട്. അയാൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒരിക്കൽ അവിടെ മുഴുവൻ തിരഞ്ഞതാണല്ലോ. ഞാൻ പറഞ്ഞു, അതല്ല, അവിടെ ഒരു പള്ളിയുണ്ട്. പള്ളിയിലച്ഛനെ ചെന്ന് കണ്ട് അന്വേഷിക്കണം. പാവം മിണ്ടാതെ കൂടെയിരുന്നു. വഴിനീളെ ആകാശത്ത് ആ മേഘം ഞങ്ങളെ അനുഗമിക്കുന്നതായി എനിക്ക് തോന്നി. ചങ്ങനാശ്ശേരി കരുനാഗപ്പള്ളി വഴി നേരെ വെച്ചുപിടിച്ചു കൊല്ലം പോർട്ടിലേക്ക്. അവിടെ ഒരു പള്ളിയിൽ എനിക്ക് പരിചയമുള്ള ഒരു അച്ഛനുണ്ടായിരുന്നു. ശുദ്ധീകരണ മാതാവിൻ്റെ പള്ളി അതാണ് പേര് എന്നാണ് ഓർമ്മ. അച്ഛനെയും കാത്ത് ഞങ്ങൾ പള്ളിമുറ്റത്ത് നിൽക്കുമ്പോൾ കണ്ട കാഴ്ച എന്നെ ശരിക്കും ഞെട്ടിച്ചു. നേരം സന്ധ്യ കഴിയുന്നു. ചക്രവാളത്തിൽ മാത്രം വെളിച്ചമുണ്ട്. കരയിൽ ഇരുട്ട് പരന്നു തുടങ്ങി. മീൻ പിടിക്കാനായി ചെറിയ ബോട്ടുകളുടെ ഒരു നിര കടലിലേക്ക് പോവുകയാണ്. അവരുടെ തോണിയിൽ കാറ്റത്ത് കെടാത്ത വിളക്കുകളുണ്ടാവും, ഗൂസ് നെക്ക് ലാംപ്സ്. അതുമായി അവർ നിരനിരയായി കടലിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത്. കടലിലേക്ക് നീട്ടിയിട്ട മാല പോലെ വിളക്കുകളുടെ വെളിച്ചം മാത്രം കാണാം. അച്ഛൻ വന്നപ്പോൾ ഞാൻ കാര്യം തിരക്കി. കഴിഞ്ഞ ദിവസം ഇടിയോ മഴയോ മറ്റോ ഉണ്ടായിരുന്നോ എന്നും കടലിൽ എന്തെങ്കിലും ശബ്ദം കേട്ടതായി മുക്കുവർ പറഞ്ഞു കേട്ടോ എന്നും ഒക്കെ ചോദിച്ചു. മഴ പെയ്തില്ലെങ്കിലും പെയ്യാൻ നിൽക്കും മട്ടിൽ ആകാശം മുഴുവൻ കട്ടിക്കറുപ്പ് മേഘങ്ങളായിരുന്നെന്ന് അച്ഛൻ പറഞ്ഞു. മുക്കുവർ കടലിൽ പോകാൻ മടിച്ചെങ്കിലും മേഘം കാറ്റടിച്ചു പോകും എന്നറിഞ്ഞ് അവരിറങ്ങി എന്നും പറഞ്ഞു. ഞാൻ ഓർത്തു, CB ക്ലൗഡ്സ്, ടെയിൽ വിൻഡ്, റൺവേ. ഞാൻ അച്ഛനോട് യാത്ര പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു.
പോകും വഴി എഴുതി തയ്യാറാക്കേണ്ട റിപ്പോർട്ടിലെ വാചകങ്ങൾ എനിക്ക് തികട്ടി വരുന്നുണ്ടായിരുന്നു. ശംഖുമുഖം പോലീസ് ഒരു FIR ഒക്കെ തയ്യാറാക്കിയെങ്കിലും കാര്യമായ അന്വേഷണമൊന്നും നടന്നില്ല. സിവിൽ ഏവിയേഷൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്നോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ പൈലറ്റിൻ്റെ ഭാര്യ. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, അവരിന് വരില്ല. ഒരടിസ്ഥാനവുമില്ലാത്ത പൊട്ട ധൈര്യമായിരുന്നു എന്നെനിക്കറിയാം. പക്ഷേ എനിക്ക് 100% ഉറപ്പായിരുന്നു. പരന്നു കിടക്കുന്ന കടൽ വെള്ളത്തിന് വല്ലാത്തൊരു പുള്ളിങ് ഫോഴ്സുണ്ട്. അതിൻ്റെ അടുത്ത് മുകളിൽ പറക്കുന്നവയെ അത് വലിച്ചടുപ്പിക്കും. എൻ്റെ നിഗമനം ഇതായിരുന്നു. പൈലറ്റിന് കൊല്ലം കടപ്പുറം കണ്ടപ്പോൾ അത് ലക്ഷ്യസ്ഥലമായി എന്ന് തോന്നി. CB ക്ലൗഡ് അവോയ്ഡ് ചെയ്യാൻ ഒന്നുകൂടി താഴ്ന്നു പറന്നപ്പോൾ അതാ കാണുന്നു നിരനിരയായി വിളക്ക് തെളിയിച്ച റൺവേ. മേഘങ്ങൾക്കിടയിലൂടെയുള്ള കാഴ്ചയായതിനാൽ ആ വെളിച്ചത്തിൻ്റെ നിര നീങ്ങുന്നുണ്ടോ എന്ന് അറിയുന്നില്ലായിരുന്നു. ഫ്ലാപ്പുകളെല്ലാം നേരെയാക്കി താഴേക്ക് ഗ്ലൈഡ് ചെയ്ത് വരുമ്പോഴാണ് പെട്ടെന്ന് അത് മുക്കുവരുടെ ബോട്ടുകളുടെ നിരയാണ് എന്നറിയുന്നത്. ലാൻഡിംഗ് സമയത്ത് എൻജിൻ ഹൈ പവറായിരിക്കും. എന്തെങ്കിലും കാരണവശാൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് ഉയർന്നു പൊങ്ങാനായിട്ട്. പക്ഷെ അതിനുള്ള ഇട കിട്ടിക്കാണില്ല. വെള്ളത്തിൻ്റെ വലിവ് അപ്പോഴേക്കും എയർക്രാഫ്റ്റിനെ വിഴുങ്ങിക്കാണും. വേഗത കൊണ്ട് മുക്കുവരുടെ കൺവെട്ടത്ത് നിന്ന് അകന്നു പോയിരിക്കണം. രാത്രിയല്ലേ, പിന്നെ എന്ത് ചെയ്തിട്ടും രക്ഷ കാണില്ല. ഇതായിരുന്നു എൻ്റെ നിഗമനം. ഞാനത് കാര്യകാരണ സഹിതം വിവരിച്ചെഴുതി മിനിസ്ട്രിക്ക് സമർപ്പിച്ചു. സിന്ധ്യ പ്രത്യേകം വിളിച്ച് അഭിനന്ദിച്ചു. ഞാൻ പറഞ്ഞു, 3 കുടുംബത്തിനും കോമ്പൻസേഷൻ കൊടുക്കണം. ബിലീവ് മീ, അന്നത്തെ കാലത്ത് ഓരോ ഫാമിലിക്കും 20 ലക്ഷം വീതം നഷ്ടപരിഹാരം ലഭിച്ചു. മന്ത്രിക്ക് എൻ്റെ റിപ്പോർട്ട് അത്രയ്ക്ക് ബോധിച്ചതാണ് കാര്യം. വാസ്തവത്തിൽ ഒരാൾ മിസ്സിംഗ് ആയാൽ 7 കൊല്ലം വരെ കാത്തിരിക്കണം എന്നാണ് സർക്കാർ നിയമം. എന്നിട്ടും ഒരു വിവരവുമില്ലെങ്കിൽ മാത്രമേ അനന്തര നടപടികളിലേക്ക് കടക്കാനാവൂ. അന്നത്തെ ICP പങ്കജാക്ഷൻ നായർ എന്നോട് ചോദിച്ചു, ഡോ, തൻ്റെ ഈ കെട്ടുകഥയും വിശ്വസിച്ചിരുന്ന് ഒരു സുപ്രഭാതത്തിൽ 3 ആളും കൂടി സ്റ്റേഷനിൽ കയറി വരുമോ? ഞാൻ പറഞ്ഞു, ഇല്ല സാറേ, അവരിന് വരില്ല. 7 ദിവസം പോലും കാക്കണ്ട. സംഭവം നടന്നിട്ട് ഇന്നേക്ക് 28 വർഷം കഴിഞ്ഞു. ഒരാളും തിരിച്ചു വന്നിട്ടില്ല. വരില്ല. അതെനിക്ക് അത്രയ്ക്ക് നിശ്ചയമായിരുന്നു. ആ കോട്ടയം മലമുകളിൽ നിന്ന് ഒറ്റ മേഘം എനിക്ക് തന്ന സന്ദേശം അതായിരുന്നു. ഒരു ദീർഘനിശ്വാസത്തോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ കമാൻഡർ ചുരുട്ടിനായി തപ്പി. ലൈറ്റുകൾ ഓഫ് ചെയ്തപ്പോഴാണ് വലിയ കണ്ണാടി ചുമരിന് പുറത്തെ ഇരുണ്ട ആകാശം തെളിഞ്ഞു വന്നത്. യാദൃശ്ചികതയുടെ കറുപ്പ് മുഖത്തടിച്ചതുപോലെ അദ്ദേഹം തോബിയാസിനോട് വാ എന്ന് പറഞ്ഞ് പുറത്തേക്ക് നടന്നു. ഗോവണിപ്പടവുകൾ അമർത്തി ചവിട്ടി ചുവന്ന പെയിൻ്റ് അടിച്ച വാതിലിനടുത്തെത്തി. ഹെലിപാഡ് ആക്സസ് എന്ന് എഴുതി വെച്ച ആ വാതിൽ സെക്യൂരിറ്റിക്കാരനെ കൊണ്ട് തുറപ്പിച്ച് കമാൻഡർ ധൃതിയിൽ പടികൾ കയറി. തോബിയാസും ക്യാമറാമാനും കൂടെ ഓടിയെത്താൻ പാടുപെട്ടു. പെട്ടെന്ന് വൃത്താകൃതിയിലുള്ള പരപ്പിലെത്തി പടികൾ നിലച്ചു. കട്ടിക്കറുപ്പുള്ള ഒരു മഹാമേഘം അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. കണ്ണു പൊട്ടിക്കുന്ന കറുപ്പിൽ കാമരൂപിയായി അവൻ ആകാശമടച്ചു നിന്നു. ഇടിമുഴക്കങ്ങൾ അർത്ഥഗർഭമായി. വലുതായി വെളുത്ത നിറത്തിൽ H എന്നെഴുതിയ ഹെലിപ്പാഡിൻ്റെ ഒത്ത നടുവിൽ ആധാരങ്ങളോ ആശ്രയങ്ങളോ ഇല്ലാത്ത ആ ആകാശമുനമ്പിൽ കമാൻഡർ നഗ്നനെപ്പോലെ നിന്ന് കൈവീശി. തോബിയാസ് ക്യാമറ പിടിച്ചു വാങ്ങി ആ രംഗം മുഴുവൻ ആർത്തിയോടെ ഒപ്പിയെടുത്തു. 450 അടി ഉയരത്തിൽ ഗോവർദ്ധനം ഉദ്ധരിക്കുന്ന ഭാവത്തിൽ മേഘലോകത്തെ മുഴുവൻ കൈകളിലേറ്റ് മരണത്തെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ആ നിൽപ്പ് ഒരു മിന്നൽ പിണറിൻ്റെ തരിപ്പോടെ അയാൾ ക്യാമറയിൽ പകർത്തി.